പ്രായമായ ആളുകൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ പ്രായാധിക്യം, അതുപോലെ തന്നെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ടിന്റെ പ്രോബ്ലംസ്, ഇങ്ങനെ പലതരം അസുഖങ്ങളുള്ള ആളുകളായിരിക്കും മിക്കവാറും. അതുകൊണ്ട് തന്നെ ഒരു കാർഡിയോളജിസ്റ്റിന്റെയും ആസ്തറ്റിസ്റ്റിന്റെയും എല്ലാം ഫിറ്റ്നസ് കിട്ടിയതിന് ശേഷം മാത്രമാണ് നമുക്ക് സർജറി ആയിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുന്നത് അവർക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുക. ഒറ്റ സർജറി കൊണ്ട് തന്നെ ഒരു വൺസ് ഇൻ എ ലൈഫ് സർജറി എന്ന രീതിയിലാണ് നമ്മൾ മിക്കവാറും നീ റീപ്ലേസ്മെന്റ് സർജറി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റോബോട്ടിക് അസിസ്റ്റഡ് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് ചെയ്യുന്നത് വഴി ഏറ്റവും വളരെ കൃത്യതയോടുകൂടിയും പ്രിസിഷൻ അക്യുറസി ഏറ്റവും നന്നായി ചെയ്യുന്നത് കാരണം അവരുടെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് അവർക്ക് നമുക്ക് നൽകാൻ സാധിക്കുന്നുണ്ട്. സാധാരണ ചെയ്യുന്ന നീ റീപ്ലേസ്മെന്റ് സർജറിയിൽ നിന്നും വിഭിന്നമായിട്ട് റോബോട്ടിക് നീ റീപ്ലേസ്മെന്റ് സർജറിയിൽ നമ്മളൊരു മുട്ടിന്റെ 3D മോഡൽ അതിൽ വളരെ കൃത്യമായിട്ട് തന്നെ അതിന്റെ ആക്സിസ്, റൊട്ടേഷൻ, സ്ലോപ്പ് എന്നിവയെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് മുട്ടിന് ചുറ്റുമുള്ള പേശികളെയോ ലിഗമെന്റിനെയോ അതുപോലെ തന്നെ ടെൻഡനെയോ അതിന്റെ അനാട്ടമിയെ കാര്യമായ രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യാതെ ഏറ്റവും നല്ല രീതിയിലാണ് നമ്മൾ റീപ്ലേസ്മെന്റ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് പല പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് സാധ്യമാണ്. അതിൽ ഒരു രോഗിക്ക് ഏറ്റവും വേണ്ടത് എന്താണോ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ റോബോട്ടിക് നീ റീപ്ലേസ്മെന്റ് സർജറിയിൽ ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് കാരണം തന്നെ രോഗികളുടെ വേദന ഒരു നല്ല പരിധി വരെ കുറഞ്ഞിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സർജറിക്ക് ശേഷം തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് വേദന സംഹാരികൾ ഒഴിവാക്കുന്നതിനും അതുപോലെ തന്നെ വേദന ഇല്ലാതെ നടക്കുന്നതിനും സാധിക്കുന്നുണ്ട്. മുട്ടിന്റെ വഴക്കം അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടുന്നതും നല്ല മൂവ്മെന്റ്സ് നമുക്ക് കിട്ടുന്നതായിട്ടുമാണ് കാണുന്നത്. ഇത് കൂടാതെ നമ്മുടെ സാധാരണ ഏതൊരു സർജറിയുടെയും ഭാഗമായിട്ട് വരുന്ന റിസ്ക് ഓഫ് ബ്ലീഡിങ്, എംബോളിസം, ICU സ്റ്റേ, ഹോസ്പിറ്റൽ സ്റ്റേ ഇതും റോബോട്ടിക് സർജറിക്ക് സാധാരണ സർജറി അപേക്ഷിച്ച് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് റിട്ടേൺ ടു നോർമൽ ലൈഫ് സാധ്യമാകുന്നതിന് വേണ്ടിയിട്ട് പ്രായമായവരിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്നുള്ളത് റോബോട്ടിക് നീ റീപ്ലേസ്മെന്റ് സർജറിയാണ്.